അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സൂറത്തുൽ ബഖറയിലെ 255 ആയത്തുൽ കുർസി. നമുക്ക് ആദ്യം ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ സല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇനി നമുക്ക് ഇതിലുള്ള തജ്വീദ് നിയമങ്ങൾ നോക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു ലാ ഇലാഹ ഇല്ല. അവിടെ അള്ളാഹു കഴിഞ്ഞിട്ടുള്ള അള്ളാഹു എന്നുള്ളത് അള്ളാഹു തന്നെ, അതിന് വേറൊന്നുമില്ല. ലാ ഇലാഹന് ലാമിന് ദീർഘാക്ഷരമുണ്ട്. അപ്പോൾ നമ്മൾ 6 ഹർക്കത്ത് നീട്ടണം. ലാ എന്ന് പറയണം. അടുത്തത് ഇലാഹ. ഇലാഹ പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ് അർത്ഥം. ഇല്ലാഹുവ ലാമിന് ഷദ്ദുണ്ട്. അപ്പം നമ്മൾ ഇല്ലാഹുവ എന്ന് പറയണം. ഇലാഹുവ എന്ന് പറയരുത്, ഇല്ലാഹുവ. അടുത്തത് അൽ ഹയ്യു അൽ ഖയ്യൂം. അത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട 2 നാമങ്ങളാണ്. അൽ ഹയ്യു അൽ ഖയ്യൂം. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ലാ തഅഖുദ് അത് താ കഴിഞ്ഞിട്ട് ഒരു ഹംസ കണ്ടില്ലേ? അപ്പോൾ ഹംസ എന്നുള്ള പറയുമ്പോൾ അതിൻ്റെ സൗണ്ട് എന്നാണ്. നമ്മൾ ത് എന്ന് പറയണം. തഅഖുദുഹു സിനതുൻ വലാ നൗം. അടുത്തത് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സമാവാത്ത് അറിയില്ലേ? സമാവാത്ത് ആകാശം, അർദ് പറഞ്ഞാൽ ഭൂമി. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മൻ ദല്ലദീ നൂനിന് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഹമ്മിങ് സൗണ്ട് കൊടുക്കാം. മൻ ദല്ലദീ ഇതിലേക്ക് നമ്മൾ ആക്കാം. അപ്പം മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു. അവിടെ ഉണ്ടോ ഒരു ദീർഘത്തിൻ്റെ ഒരു അക്ഷരമല്ല, ദീർഘം മദ് ഇൻദഹു. അടുത്തത് ഇല്ല. അവിടെ ലാമിനുണ്ട്. നമ്മൾ ആ ഫസ്റ്റ് താഴത്തിൽ പറഞ്ഞ പോലെ അല്ലാഹു ലാ ഇലാഹ ഇല്ല, അതേപോലെ തന്നെ ഇല്ല ബിഇദ്നി. അപ്പോൾ അവിടെ നമ്മൾ മണിക്കണം ഇല്ല. അടുത്തത് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു അറിയുക. യഅലമു എന്ന് പറഞ്ഞാൽ അവൻ അറിയുന്നു എന്നാണ്. മാ ബൈന ഐദീഹിം ദാൽ കഴിഞ്ഞിട്ട് ദീർഘത്തിൻ്റെ അക്ഷരം ഐദീഹിം 2 വരെ നിർത്താൻ പറ്റുള്ളൂ. ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. വലാ യുഹീതൂന ബിശൈഇൻ അവിടെ ഹംസത്തിൻ്റെ അടിയിലുണ്ടോ 2 തൻവീന് കെസറാണത്. ബിശൈഇൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. നമുക്ക് പഠിച്ചേക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ബിഷൈഇൻ എന്നിട്ട് അവിടെ ഹംസൻ്റെ അടിയിൽ 2 തൻവീൻ അടുപ്പിച്ചല്ലേ, അത് നമ്മൾ ഇത്തിരി ചെരിഞ്ഞിട്ടാകുമ്പോൾ അത് ചെരിയും, ചെറുതായിട്ട് ഇങ്ങനെ ചെരിയും.
അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹമ്മിങ് സൗണ്ട് കൊടുക്കണം. ഇവിടെ രണ്ടും അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട് ബിഷൈഇൻ എന്ന് പറയുന്നുണ്ട്. മിൻ അൽമിഹി ഹായിന് മദ്ദുണ്ട്, അപ്പോൾ നമ്മൾ നീട്ടണം 6. അൽമിഹി ഇല്ലാ ബിമാഷ ഷീനിന് മദ്ദുണ്ട്, അപ്പോൾ അതും നീട്ടണം. വസ്അ കുർസിയുഹു സ്സമാവാതി വൽ അർദ്. വസ്അ എന്ന് പറയുന്നത് അയിനാണ്, അപ്പം നമ്മൾ അയിന് വ്യക്തമാക്കി പറയണം. വസ്അ കുർസിയുഹു യാന് ശബ്ദുണ്ട്, യുഹു അസ്സമാവാതി സീനിന് ശബ്ദുണ്ട്, സമാവാതി വൽ അർദ് അർദ് എന്ന് പറയുന്നത് അർദ്. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. വലാ യഊദുഹു ഉണ്ടോ, വാവിന് ഹംസ ഉണ്ട്, അപ്പം യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. വഹുവൽ അലിയ് അലീം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട 2 നാമങ്ങളാണ്. വഹുവൽ അലിയുൽ അലീം യാഇനോടെ മദ്ദുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അലി എന്ന് പറയാം. ഇനി നമുക്ക് ഈ ആയത്തിലെ അർത്ഥം നോക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. ഫസ്റ്റത്തെ നോക്കുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു അവനല്ലാതെ ഒരു ആരാധനയുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം അവൻ ജീവത്തായുള്ളവൻ, സർവനിയന്താവായുള്ളവൻ. ലാ തഖുദുഹു സിനതുൻ വലാ നൗം മയക്കമാകട്ടെ ഉറക്കമാകട്ടെ അവനെ പിടികൂടുകയില്ല. അള്ളാഹുവിന് മയക്കമോ ഉറക്കമോ ഒന്നുമില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അവൻ്റേതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ ആരുമില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിമ്പിലുള്ളതും അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതിനെക്കുറിച്ചല്ലാതെ യാതൊന്നിനെക്കുറിച്ചും അവൻ സൂക്ഷ്മമായി അറിയുകയില്ല. വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ അവൻ്റെ കുർസി പറഞ്ഞാൽ രാജ്പീഠം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇരിക്കുന്ന ഒരു കുർസി ആകാശങ്ങൾക്കും ഭൂമിക്കും വിശാലമായിരിക്കുന്നു. ആകാശവും ഭൂമിയും അത്ര വലുപ്പമുണ്ട് അള്ളാഹുവിൻ്റെ കുർസി. അവ രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. അവ രണ്ടിൻ്റെയും സംരക്ഷണം അവനെ ഭാരപ്പെടുത്തുന്നുമില്ല. വഹുവൽ അലിയുൽ അലീം നമ്മൾ പറഞ്ഞില്ലേനോ, അലിയ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട 2 നാമങ്ങളാണ്. അവൻ അത്ര ഉന്നതനും മഹത്തായും ഉള്ളവൻ. ഇനി നമ്മൾ ഈ ആയത്തിലെ ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങളാണ് പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങി വരികയാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ അർത്ഥം. ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ആരാധനയില്ല, ദൈവവുമില്ല എന്നാണ് ഇലാഹ എന്നതിൻ്റെ അർത്ഥം. ഇല്ലാഹുവ അവനല്ലാതെ. അൽ ഹയ്യ് ജീവതായുള്ളവനാണ്. അൽ ഖയ്യൂം സർവനിയന്താവാണ്, സ്വയം നിലകൊള്ളുന്നവൻ. ലാ തഖുദുഹു അവനെ പിടിപെടുകയില്ല. എന്താ പിടിപെടുകയില്ലാത്തത്? സിനത്തു മയക്കം, വലാ നൗം നിദ്രയുമില്ല. വലാ നൗം എന്ന് പറഞ്ഞാൽ ഉറക്കവുമില്ല. ലഹു അവനാണ്, അവൻ്റേതാണ്. മാ ഫിസ് സമാവാതി വൽ അർദ്
ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. മാഫിൽ സമാവാത്ത് ആകാശങ്ങളിലുള്ളത്, മാഫിൽ അർദ് ഭൂമിയിലുള്ളതും. മൻ ദല്ലദീ ഇങ്ങനെയുള്ള ഒരുവൻ ആരുണ്ട്? ആരുമില്ല, അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ. യശ്ഫഉ അവൻ ശുപാർശ ചെയ്യും. ഇൻദഹു അവൻ്റെ അടുക്കൽ ഇല്ലാ ബിഇദ്നി അവൻ്റെ അനുമതി കൂടാതെ. യഅലം അവൻ അറിയുന്നു. മാ ബൈന ഐദീഹിം അവരുടെ കൈകൾക്കിടയിലുള്ളത്. വമാ ഖൽഫഹും അവരുടെ പിമ്പിലുള്ളത്. വലാ യഹീതൂന അവൻ വലയം ചെയ്യുകയില്ല, സൂക്ഷ്മമായി അറിയുകയില്ല. ബിശൈഇൻ യാതൊന്നിനെ പറ്റിയും. മിൻ ഇൽമിഹി അവൻ്റെ അറിവിൽ നിന്ന്. ഇല്ലാ ബിമാ ശാ അവൻ ഉദ്ദേശിച്ചതിനെ പറ്റിയല്ലാതെ. വസിഅ വിശാലമായിരിക്കുന്നു. വസിഅ പറഞ്ഞാൽ വിശാലമായിരിക്കുന്നു. കുർസി അവൻ്റെ കുർസി, നേരത്തെ പറഞ്ഞില്ലേ രാജപീഠം, കുർസി. അസ്സമാവാതി ആകാശം. സമാവാത്ത് ആകാശം. സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾക്ക്. വൽ അർദ് ഭൂമിക്കും. വലാ യഊദുഹു അവനെ ഭാരപ്പെടുത്തുകയില്ല. ഹിഫ്ളുഹുമ അവ രണ്ടിനെയും. വഹുവ അവനത്രേ. വഹുവ പറഞ്ഞാൽ അവനത്രേ. അൽ അലിയ്യ് ഉന്നതൻ. അൽ അലീം മഹാൻ. അലിയ്യ് പറഞ്ഞാൽ ഉന്നതനും, അലീം എന്ന് പറഞ്ഞാൽ മഹാൻ. ഇതാണ് 255 ആയത്തിലെ ആയത്ത് കുർസിയിലുള്ള ഓരോ വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.